അവിടെ ലൈസൻസ് കൈ കിട്ടുന്ന 6,000 എങ്ങനെ ചിലപ്പോ അപ്പൊ അല്ലയില് പോവാണെങ്കിൽ അബുദാബിന്റെ അപ്പുറത്തുള്ള സ്റ്റേറ്റാണ് ചിലപ്പോ തമിഴ്നാടും കേരളത്തിൽ അത്ര പോലെയാണ്. തമിഴ്നാടും കേരളം നിൽക്കണ പോലെയാണ്. മഹാരാഷ്ട്രയാണ് ദുബായ്. ഷാർജ അത്ര സ്റ്റേറ്റ് അങ്ങനെയാണ്. അപ്പോ ദുബായിലെ ആളുകള് അല്ലെങ്കിൽ അജ്മാനിലുള്ള ആളുകള് അപ്പൊ ദുബായിലുള്ള ഇതിന് ട്രൈ ചെയ്യാറില്ലേ? കാരണം അവിടുത്തെ ഡയറക്റ്റ് റോഡ് ടെസ്റ്റ് ആണ്. അബുദാബിയിലെ ആൾക്കാരാണെങ്കിലും പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ആൾക്കാർക്ക് അബുദാബി ഉള്ള വിസ ആണെങ്കിൽ ഡയറക്റ്റ് റൂട്ട് ടെസ്റ്റ് ഉണ്ട്. ദുബായിലെ ആളുകൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് ഡയറക്റ്റ് ഫയലൊക്കെ ഓപ്പൺ ആക്കിയാണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് ഡയറക്റ്റ് ടെസ്റ്റ് അടിച്ചിട്ടാണ് റോഡ് ടെസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ സീലിന്റെ അവിടെ അങ്ങോട്ട് കയറാണ്. അപ്പോൾ ലൈസൻസ് അല്ല സീലിന്റെ മാതിരി ഞാൻ സെറ്റ് ചെയ്യും. ഓരോ 3 സെറ്റാണ്. അതായത് നല്ല പ്രതീക്ഷയിലായിരുന്നു പൊതുവെ കിട്ടുന്നുണ്ട് പൊട്ടി. അപ്പൊ ഇന്നോന് വീണ്ടും ദുബായിലോ ഫയൽ ഓപ്പൺ ആക്കണം. അതിന് വീണ്ടും പിന്നെ 1,500 ആക്കണ്ടേ? 1,500 എടുത്താൽ വീണ്ടും ഫയൽ ഓപ്പൺ ആക്കണം. എന്നിട്ട് ഓരോ ക്ലാസ്സിനും ടെസ്റ്റിനും പൈസ 500,000 കൊടുക്കണം. ഏകദേശം ഫസ്റ്റ് ടൈമിൽ കിട്ടണമെങ്കിൽ 6,000-5,000 ചിലവാകും. സെക്കൻഡ് ടൈം വീണ്ടും അതിന് പകുതി ചിലവാകും. ഫസ്റ്റ് ടൈമിൽ കിട്ടണമെങ്കിൽ 6,000-5,000 ചിലവാകും. സെക്കൻഡ് ടൈം വീണ്ടും അതിന് പകുതി ചിലവാകും. ഇപ്പൊ 3,500 പൊട്ടിയാറില്ല. എന്താ കേസ് വരണറിയോ? സിഗ്നല് അല്ല സ്റ്റാർട്ടിങ് പ്രോബ്ലം, സിഗ്നൽ പ്രോബ്ലം. അപ്പോ സിഗ്നലിക്ക് തെറ്റിയിട്ടില്ല, വണ്ടി കറക്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഭാഗ്യം സമ്പന്നല്ലേ. പല ആളുകൾ ലൈസൻസ് എടുക്കാത്തതിന്റെ കാരണം അതാണ്. കൊണ്ട് കിട്ടിയാണ്. ചിലപ്പോഴൊക്കെ പിന്നെ ഭാഗ്യം കയറി. ലൈസൻസിനോടെ നല്ല സ്റ്റാൻഡേർഡ് വിലയാണ്. ഡിഗ്രി ഇല്ലാത്തതിനെക്കാട്ടിലും വിലണ്ട് ലൈസൻസിലുള്ളത്. ഡിഗ്രി ഇല്ലാത്തതിനെക്കാട്ടിലും വിലണ്ട് ലൈസൻസിലുള്ളത്.